പ്രശ്നങ്ങൾ തീർന്നിട്ട് ഒരു ലൈഫും ഇല്ല കേട്ടോ. അത് ചിന്തിച്ചോളണം എപ്പോഴും. ജീവിതത്തിൽ ഞാനീ പറഞ്ഞു തരുന്ന പ്രാർത്ഥനകളൊക്കെ മുന്നോട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കാവുന്ന രീതിയിലുള്ള തമ്പുരാൻ്റെ വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക. കാരണം മുന്നോട്ട് പോകാൻ ശക്തി നമുക്ക് ലഭിക്കും. അല്ലാതെ വേറെ വഴികളില്ല. ഈ തകർന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ നമ്മൾ നടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ, നമ്മളൊരു വലിയ മല കയറുക. അപ്പോൾ മല കയറുമ്പോൾ നമുക്ക് നേരെ നടന്നു പോണേക്കാളും നമുക്ക് എളുപ്പമാണ് ഒരു വടി കുത്തിപ്പിടിച്ച് നടക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് മല കയറാൻ പറ്റും. വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, വലിയൊരു മല കയറേണ്ടി വരുമ്പോൾ ആ വടി കുത്തി നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ആയാസം തോന്നും, ഇച്ചിരി ക്ഷീണം മാറുന്ന പോലെ തോന്നും, കുറച്ചൊക്കെ വെയിറ്റ് കുറവ് പോലെ തോന്നും. ഒരു പിടിവള്ളി നമ്മുടെ കയ്യിലുണ്ട്. ആ പിടിവള്ളിയാണ് നമ്മുടെ വചനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. വലിയൊരു മാല നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം